ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. നമ്മുടെ അരി വെച്ചിട്ടുള്ള ദോശ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാണ്, സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. ഞാൻ 2 ഗ്ലാസ് ഇവിടെ അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ, അരി. പിന്നെ നിങ്ങൾക്ക് ബിരിയാണി അരിയോ അങ്ങനെ എന്താണ് നിങ്ങളുടെ അടുത്തുള്ള അരി ഉപയോഗിക്കുക, പച്ചരി ഉപയോഗിക്കുക, എല്ലാ അരികളും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എടുത്തുള്ളത് നോക്കി, ഞാൻ അടുത്തുള്ള കോലൻ റൈസാണ്. ഞാൻ ഇതായിട്ടാണ് ഇവിടെ ഇത് വയ്ക്കൽ, ഭക്ഷണം ഉണ്ടാക്കൽ. പിന്നെ വേണ്ടത് തേങ്ങയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയും ജീരകം കൂടി ചതച്ചതാണിത്. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഈ തേങ്ങയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇത് 4 ചുള ഈ ചെറിയ ഉള്ളിയില്ലേ, വലിയ ഉള്ളിയല്ല, ചെറിയ ഉള്ളി എടുത്തത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വലിയ ഉള്ളിയല്ല. ജീരകം കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം. മിക്സിയിലിട്ട് നന്നായി അരക്കിയത്, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അരി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അരി കുറച്ച് നേരം കുതിർത്തി വെക്കണം കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ കുതിർത്തി വെക്കണം. നമുക്ക് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക രാത്രിയിൽ. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അരച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ വൈകുന്നേരമൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളവർ രാവിലെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നന്നായി അരച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ട് കിട്ടണം. നിങ്ങൾ എത്ര പോലെ അരി എടുക്കണം അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ജീരകവും ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത്. പിന്നെ എടുത്ത് വെച്ചിട്ട് തേങ്ങയൊക്കെ നിങ്ങൾക്ക് എത്ര പോലെ ഇടണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഒക്കെ നല്ല സ്വാദ് കൂട്ടുള്ളൂ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തേങ്ങയൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടി തിക്കായ പോലെ ഉണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ മിക്സി ഇങ്ങനെ കഴുകില്ലേ, ആ വെള്ളമാണിത്. ഇങ്ങനെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടാവുന്ന വെള്ളം കുറച്ച് ചേർത്ത് വെക്കാം. ഇത്രയും ബാക്കി ഇതിനുണ്ട്. അത് നമുക്ക് വേണ്ട ആവശ്യത്തിന് എടുത്തിട്ട് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കണേ. ഇതുപോലെ ആവണം. ഇനി ഇതിൽ ഒന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാവും. അത് ഞാൻ എന്താണെന്നറിയാം, അപ്പോൾ കാണിച്ചു തരാം. നോക്കി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഇത് നമ്മുടെ ദോശച്ചട്ടിയിൽ ഒഴിക്കുമ്പോൾ നല്ല മണം. കൂടുതൽ വേണ്ട, കുറച്ച്. കാരണം അല്ലെങ്കിൽ ഒരു കുറച്ച് ഇത് ഫുള്ളുള്ളി കേട്ടോ, കുറച്ചുള്ളി കാണില്ലേ, കുറച്ചുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ, ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കും. ഇതിങ്ങനെ ഇളക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ചെറിയ ഉള്ളിയും ജീരകവും തേങ്ങ ചതച്ചിട്ടാക്കിയിട്ടതല്ലേ, നന്നായിട്ട് നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം മണം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മണം വരികയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതല്ല, നന്നായി മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം.
ഇതാ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത്തിരി ഒരു വലിയ കയ്യിലെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൈ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. നോക്കിയേ, ഇതിൽ വെള്ളം ഒന്ന് ചേർക്കണം. നിങ്ങളുടെ അരി എത്ര എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ല ലൂസായിട്ട് വേണം ഇത് വരാൻ. നോക്കി ഇതിൽ കണ്ട പച്ചവെള്ളം പോലെ തോന്നുന്നു, അത്രയ്ക്ക് ലൂസാണ്. അങ്ങനെ വേണം നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി എടുക്കണം. നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലത്തെ ഇതാവരുത്, നല്ല വെള്ളം പോലെ തന്നെ ആവണം. എന്നാലേ ഇതാവുന്നുള്ളൂ, നല്ലതുപോലെ കിട്ടുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ ആയി വരുന്നത്. ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത്. നമുക്ക് ദോശ വെന്തോന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെയിറ്റിക്കെടുത്ത് മാറ്റാം. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വരികയും ചെയ്യും. നമ്മൾ ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എണ്ണയുടെ ആവശ്യം തന്നെ ഇല്ല. ഇനി ഞാൻ ഇത് അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു. നന്നായി ഇളക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി എടുത്തിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കി. ഓക്കെ, അത് നമ്മൾ ചെങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. മൂടി വെക്കേണ്ടെന്ന് മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ദോശയും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ചിലവർ മറിച്ചിട്ട് ദോശ കഴിക്കണം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പം അവർക്കും വേണ്ടിയിട്ട് ഈ സൈഡ് നോക്കിയാൽ അതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ മറിച്ചിട്ട് തിരിച്ചിട്ടിട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണിത്. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ 4 മണിക്ക് ചായയുടെ ഒക്കെ പോയി കഴിക്കാനും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് എടുക്കാം. കണ്ടില്ലേ, ഇനി ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി മറ്റേ ദോശകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതാ നമ്മുടെ ദോശ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ദോശയാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ക്രിപ്സി ആയിട്ടാണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്രിപ്സി ആക്കിയതിന് ശേഷം നിങ്ങൾ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനെ സോഫ്റ്റിൽ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഇട്ടിട്ടും ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ഒപ്പം മട്ടൻ്റെ ഒപ്പം ബീഫിൻ്റെ ഒപ്പം പിന്നെ വെജിറ്റബിൾ കറി, കുറുമ, പനീർ ബട്ടർ, പനീർ മസാല, പനീർ ടിക്ക, എന്ത് കറികളുടെ ഒപ്പം നല്ല അടിപൊളിയായിട്ടും സൂട്ടാവുന്ന ദോശയാണിത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ ഒപ്പം കഴിക്കാനാണെങ്കിൽ ഈ ദോശ ഉണ്ടാക്കിയിട്ടും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും വീണ്ടും വീണ്ടും ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ഉപയോഗിക്കുക. ഫിഷ് കറിയുടെ ഒപ്പം പോവും, എല്ലാ കറികളുടെ ഒപ്പം സൂട്ടാണ്. അടിപൊളി ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശയാണ്. ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോഴിമുട്ടയാണ്, ഉപ്പ് വേണം, വെള്ളം വേണം. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. ഈ ദോശ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ എങ്ങടെയൊക്കെ പോകാൻ വേണ്ടി നേരത്തെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ദോശ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ടയേർഡായി വീട്ടിൽ വന്ന് ഇപ്പോൾ എന്തുണ്ടാക്കും എന്നാലോചിക്കുമ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. വറുത്ത അരിപ്പൊടിയാണത്. എല്ലാവരുടെ വീട്ടിലും കാണും വറുത്ത അരിപ്പൊടി. പിന്നെ കോഴിമുട്ട എപ്പോഴും ഉണ്ടാവില്ലേ. ഇനി കോഴിമുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിതിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി. കോഴിമുട്ടയുടെ പകരം വെളിച്ചെണ്ണ ചേർക്കുക.
ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. കോഴിമുട്ട ഇല്ലാത്തവരാണെങ്കിൽ ഓയിൽ ചേർക്കാം, വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കാം, അങ്ങനെ ചെയ്യാം. കോഴിമുട്ട ഉള്ളവരാണെങ്കിൽ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉപ്പിടുക, പിന്നെ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇത് കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കൈയിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഇങ്ങനെ ഇതിലേക്ക് നന്നായി ചേർത്ത് പിടിപ്പിക്കുക നമ്മുടെ അരിപ്പൊടിയിലേക്ക്. ഇത് നന്നായി ഇതിൽ കോഴിമുട്ട പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. ഈ കപ്പ് ഫുള്ള് വെള്ളം ഞാൻ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി കലക്കുക. ഇത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കട്ടിയായിട്ടുണ്ട്. നമുക്ക് കട്ടിയല്ല വേണ്ടത്, നല്ല ലൂസിലാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളം എടുത്തില്ല, അര കപ്പ് വെള്ളം അതിൽ വെച്ചിട്ടുണ്ട്, അര ഇതിലൊഴിച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളത്തിൽ അര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളം അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ പരുവല്ലേ, ഈ വെള്ളപ്പരുവം പോലെ ആവണം. ഈ പരുവാണ് നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടത്. എല്ലാം കണ്ടില്ലേ, ഈ പരുവം. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചു കൊടുക്കണം കേട്ടോ. ഈ പരുവാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഇനി ഞാൻ പാത്രം വെച്ചിട്ട് ഒഴിച്ചുണ്ടാക്കുന്നത് കാണിച്ചു തരാം. നോക്കിയത് നമ്മൾ ഉണ്ടാക്കാൻ പോയി ഇത് ഇരിക്കും തോറും ഇങ്ങനെ കുറുകും. ഇത് നമ്മുടെ അരിപ്പൊടിയല്ലേ, അതിങ്ങനെ കട്ടിയായി വരും, കുറുകൽ കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇനി അത് ഉണ്ടാക്കാൻ പോവാണേ. നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ട് കണ്ടൊക്കെ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഈ സമയമാകുമ്പോൾ നമ്മളെടുത്ത് പാത്രത്തേക്ക് മാറ്റാം. ഇനി ഞാൻ ഫുള്ള് ദോശകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെജിറ്റബിൾ കറി, ചിക്കൻ കറി, മട്ടൻ, ബീഫ് എല്ലാ കറികളുടെ കൂടെ നന്നായിട്ട് പോകും കേട്ടോ. വെജിറ്റബിൾ നമ്മൾ കടലക്കറി, ചെറുപയർ കറി, അങ്ങനെ എന്ത് കറികൾ ഉണ്ടാക്കിയാലും അതിൻ്റെ ഒപ്പം നല്ല സൂട്ടായി പോണ 2 ദോശകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞങ്ങളിന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചമ്മന്തിയുടെ ഇതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഈ ദോശയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എന്ത് ക്വസ്റ്റ്യനും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ല, നല്ല സോഫ്റ്റായി വരും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ അങ്ങനത്തെ കുത്തണ ഈ ഒരല് പറ്റില്ല, ഇതിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, മിക്സിയിലല്ല. നിങ്ങൾക്ക് മിക്സിയിൽ ചെറിയ ജാറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം, അതിനൊന്നും കുഴപ്പമില്ല. കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് മുളക് പൊടി, ചെറിയ ഉള്ളി, നല്ല തിളച്ച വെള്ളം, പിന്നെ വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുകയാണ്. ആദ്യം ചെറിയ ഉള്ളി,
എടുത്തിട്ട് ഇതിലേക്ക് ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ചതച്ച് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചത് ഇത് ചതച്ച് കഴിഞ്ഞിട്ട് എന്താ സമ്മന്തിക്കുള്ള ഉള്ളില്ലേ അത് നന്നായിട്ട് ഇതുപോലെ ഇതുപോലെ ചതച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയില്ല, ഇതുപോലെ ചതച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് കണ്ടില്ലേ, ഇത് ഉപ്പിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ചതച്ചെടുക്കണം. മുളക് പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു, മുളക് പൊടി ഫുള്ളിട്ട് ഇനി ഇത് നന്നായി ചതച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചത്. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ല. നമ്മൾ ഉപ്പിട്ട് ചെറിയ ഉള്ളിട്ട് ഫസ്റ്റ് ചതച്ച് പിന്നെ ഉപ്പിട്ട് പിന്നെ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ചതച്ചെടുക്കണം. വെള്ളമൊന്നും ഇപ്പം ചേർക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, കാണാനില്ലേ നിങ്ങൾക്ക്. മാറ്റാം. ഓക്കെ, ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമല്ലേ കുറച്ചീശ ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം നിങ്ങൾ എത്ര ഉണ്ടാക്കണേ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം കേട്ടോ. ഇതിന് എനിക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാനിത് മുളക് പൊടി എടുത്ത സ്പൂണാണ്, അത് തന്നെ ഇതിലിട്ടിട്ട് ഇത് നന്നായിട്ട് ചേർത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയേ, ഇത് നന്നായി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളയ്ക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ച നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് ഒന്നും കൂടി ചേർക്കാം. ആ വെള്ളം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് ഇതാ ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണ നമ്മൾ ഇതാ ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം വെളിച്ചെണ്ണ. ഇങ്ങനെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മൂക്കട്ടെ വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്കിതെടുത്തിട്ട് ഇതേ ചമ്മന്തിയിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് അമ്മി ഉണ്ടെങ്കിൽ അമ്മിയുടെ മൂട് ഇതുപോലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചെടുത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചേർത്തിട്ട് ലാസ്റ്റ് ഈ പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി. എല്ലാം മിക്സിയിൽ ചെയ്യണവരാണെങ്കിൽ അത് കൂട്ടെല്ലായിട്ട് കറക്കി എടുത്തതിന് ശേഷം പിന്നെ പാത്രത്തേക്ക് മാറ്റി ഇതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തോളൂ. പക്ഷേ എന്താണ് ഞാൻ മിക്സിയിൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളിത് ചതച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുക. മിക്സിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ഇല്ല എന്നല്ല, അതെന്ന് വെച്ചാൽ അങ്ങനെ ചൂടാവില്ല. അപ്പം നമ്മൾ മിക്സിയിൽ ഉണ്ടാക്കണവർ അങ്ങനെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എല്ലാവരും അടുത്തും ഇതുപോലത്തെ ചെറിയ ഉരൽ കിട്ടുമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, വീട്ടിലുണ്ടാവുമെന്നൊന്നും. അമ്മിയുള്ളവർ അമ്മിയുടെ മുകളിൽ ചെയ്യാം. ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കാം. ഞങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഓപ്ഷനാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഒഴിക്കാം. കാണിച്ചു ഇതാ ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കാണിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പം നല്ല മണം വരും. ഓക്കെ, ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓക്കെ, നല്ല ചൂടാവണം, നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മുളക് പൊടിയുടെ ഒരു പച്ചച്ചോയല്ലേ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾ. പിന്നെ ദോശയും ചമ്മന്തി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഈ ദോശയുടെ ഒപ്പം നമുക്ക് ഏത് കറികളും സൂട്ടാവും. എല്ലാ കറികളും ഉപയോഗിക്കുക. വെജിറ്റബിൾ കറി ആയാലും നോൺ വെജ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു ഇതും ഉണ്ടാവില്ല. പൊറോട്ട വേണം ചിക്കൻ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അല്ലാണ്ട് ഈ ദോശ വേണം
അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനേ പറയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അതിൻ്റെ സ്വാദം അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.